ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്രിപ്ലൈ മിറാക്കിൾ ഏഞ്ചൽ ടാറോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സ് കൊണ്ടുവരിക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റാവുന്നത് മാത്രം എടുത്ത് ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാനിന്ന് നോക്കാൻ പോകുന്നത് ഇതൊരു ലവ് റീഡിംഗ് ആണ്. Lovers, 4 of Wands, 5 of Cups, Justice, 3 of Wands, 3 of Cups, Knight of Pentacles, Wheel of Fortune, Moon card, 4 of Pentacles, bottom, 6 of Wands. അപ്പം ഫസ്റ്റ് തന്നെ ലവേഴ്സ് ആണ്. ലവ് റീഡിങ്ങിന് ഫസ്റ്റ് തന്നെ ലവേഴ്സ് കിട്ടി നോക്കിയേ. അപ്പോൾ നമ്മുടെ റീഡിങ് ലവ് റീഡിങ് തന്നെ അല്ലേ. ഫസ്റ്റും സെക്കൻഡും കിട്ടിയ നല്ല കാർഡ് നോക്ക്. ഫസ്റ്റ് കാർഡ് തന്നെ ലവേഴ്സാണ്. സക്സസ്സോടും കൂടെ ലവ് സക്സസ് ആവുന്ന തന്നെയാണ് 4 of Wands അല്ലേ. അപ്പം ഇതൊരു ലവ് റീഡിംഗ് ആണ്. അത്രത്തോളം ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ആ സമയത്ത് തന്നെ നിങ്ങൾ തമ്മിൽ കണ്ട മാത്രമേ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നിയിട്ടുള്ളത് അത്രമാത്രം ഒരു അട്രാക്ഷൻ തോന്നിയതായിട്ടാണ് ഇവിടെ കാണുന്നത്. രണ്ടുപേർക്കും എന്താണ് സ്നേഹം, നിങ്ങൾ സ്നേഹിക്കുന്ന ആ രീതി, രണ്ടുപേരും സ്നേഹിക്കുന്ന രീതി രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത്രയും അറ്റാച്ച്മെൻറ്റ് വെരി സ്ട്രോങ് ആണ്. അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ഒരു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇമോഷൻ ബോണ്ടിങ് വെരി ഡീപ്പാണ്. ഇമോഷണലി രണ്ടുപേർക്കും കണ്ണിൽ നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഇവിടെ കാണുന്നത്. എല്ലാ തേർഡ് പാർട്ടികളെല്ലാം പമ്പ കിടക്കും നിങ്ങളുടെ അട്രാക്ഷൻ കാരണം കേട്ടോ. എന്ത് പ്രശ്നം വന്നാലും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അതാണ് ആത്മീയ ആകർഷണമാണ് രണ്ടുപേർക്കും. കൂടെ തന്നെ യൂണിവേഴ്സ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട്. നിങ്ങൾക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനും തരുന്നത് ആരാ? യൂണിവേഴ്സാണ്. പിന്നെന്താ വേണ്ടേ? രണ്ടുപേർക്കും ആ ഒരു ആകർഷണം, എന്തോ ഒരു വലിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ, എന്തോ ഒരു വലിച്ചടുപ്പിക്കുന്ന പോലത്തെ. എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ മാത്രം ഇങ്ങനെ എന്ന് രണ്ടുപേർക്കും തോന്നി? എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വല്ലാത്തൊരു അട്രാക്ഷൻ ആ വ്യക്തിനെ മാത്രം? മറ്റേ നമ്മൾ എവിടെയെങ്കിലും പോയി നമ്മൾ വേറെ ഏതെങ്കിലും വ്യക്തി നമ്മളെ ടച്ച് ചെയ്ത് നമ്മളവിടെ തുടച്ച് കളയും. എൻ്റെ എങ്ങനെയെങ്കിലും ടച്ച് ആയിപ്പോയാൽ ഒരു നമുക്ക് എന്തോ ഒരു അപാകത തോന്നും. പക്ഷെ ഈ വ്യക്തിയെ മാത്രം എന്താണ് ഇങ്ങനെ എന്ന് രണ്ടുപേർക്കും അങ്ങനെ തോന്നുന്നുണ്ട്. ഒരു വലിക്കുന്ന പോലെ. എന്തുകൊണ്ടാണ്? ഒരു കാന്തം വലിക്കുന്ന പോലെ, ഒരു ഭയങ്കര ഒരു കാന്തിക ശക്തി. എന്തുകൊണ്ടാണെന്ന് രണ്ടുപേരുടെയും ഉള്ളിൻ്റെ രണ്ടുപേരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് രണ്ടുപേരും എന്താണ് സ്പിരിച്വൽ വേൾഡിലൂടെ വന്നവരാണ് എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. രണ്ടുപേരും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ലവേഴ്സിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കാർഡ് 4 of Wands ആണ്. അത്രയും സക്സസ് നേടി, എല്ലാവിധ സക്സസ് നേടി വരുന്നൊരു കാർഡിൻ്റെ എനർജിയാണ് അവിടെ. എത്ര നിങ്ങൾ അകന്നു പോയാലും അത്രത്തോളം ആഴത്തിൽ ഒന്നു ചേരേണ്ട ബന്ധമാണിത്. ഈ വ്യക്തിയിൽ നിന്ന് ഒരു ചതിയെല്ലാം കിട്ടിയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ 5 of Cups എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു ചതിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ അതെല്ലാം മനസ്സിലാക്കി ആ വ്യക്തി മാപ്പ് പറയുന്നതായിട്ടാണ് കാണുന്നത്. അവർ വരും നിങ്ങൾ തന്നെയാണ് ആ വ്യക്തി ആഴത്തിൽ ചിന്തിച്ച് ദുഃഖിക്കുകയാണ്. എന്തെല്ലോ സംഭവിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ സെപ്പറേറ്റലായിട്ട് കാണുന്നുണ്ട്. അപ്പം 5 of Cups ആ വ്യക്തി ഡീപ്പായിട്ട് ദുഃഖിക്കുന്ന ഒരു വ്യക്തിനാണ്. നടന്നുപോയ സംഭവത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ഒരു വ്യക്തിനാണ്. നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ആ വ്യക്തി.
എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് രണ്ടുപേരും, അപ്പം അതിന്റെ തിരിച്ചറിവ് ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു അതെല്ലാം മനസ്സിലാക്കി വന്ന് മാപ്പ് പറയണം എന്നെല്ലാം ആ വ്യക്തി 5 ഓഫ് കപ്പിൽ ചിന്തിക്കുന്നത്. അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ അവരുടെ അബണ്ടൻസ് ആണ് എന്ന് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ലവേഴ്സ് ഫസ്റ്റ് കണ്ടപാടുള്ള ആ ഒരു ഭയങ്കര ആകർഷണവും എല്ലാം കഴിഞ്ഞ് നിങ്ങളെ ഇവിടെ സെപ്പറേറ്റ് ആക്കിയിട്ട് കാണുന്നുണ്ട്. തേർഡ് പാർട്ടി കാർഡ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന പങ്കുവഹിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ അബണ്ടൻസിന്റെ കാരണം ഈ വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അത്രയും അൺകണ്ടീഷണലി സ്നേഹം പങ്കുവെച്ചവരാണ് രണ്ടുപേരും. ലവേഴ്സിലും 401-സിലും നിങ്ങൾ ഇതുപോലെ ഒരു സ്നേഹം കൈമാറിയിട്ടില്ല. പറയണ്ട, വാക്കുകൊണ്ട് പറയാണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആകർഷണം ഭയങ്കരമായിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. എല്ലാം തകിടം മറിച്ചിട്ടാണ് സെപ്പറേറ്റ് ആയി കാണുന്നത് കേട്ടോ. മൂന്നാമത് ഉള്ള വ്യക്തിയുടെ തന്ത്രപരമായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിലെ 5 ഓഫ് കപ്പിലെ ആ വ്യക്തി അതീവ ദുഃഖത്തിലാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ കഴിഞ്ഞ ആ ഒരു കാര്യം ഓർത്തിട്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സിങ് വേണ്ട, ആ വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ വ്യക്തി ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് നോക്കിയേ, ഒന്നും വേണ്ട ആ വ്യക്തിക്ക്. ഡ്രസ്സ് ചെയ്യാനും പുറത്തോട്ടിറങ്ങാനും ഒന്നും കഴിയുന്നില്ല. ആ വ്യക്തി എന്തോ ഒരു ബ്ലാക്ക് ഒരു ഇത് ഇട്ടിട്ട് ആ വ്യക്തിയുടെ മുഖം പോലും വെളിച്ചത്തിന് കാണിക്കാൻ ആ വ്യക്തിക്ക് പറ്റുന്നില്ല. അത്രമാത്രം ദുഃഖിക്കാണ്. അത്രയും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതാണ് ഇവിടെ കാണുന്നത്. അപ്പം നഷ്ടമായിപ്പോയി, ഞാൻ നഷ്ടമാക്കി എന്നുള്ളൊരു കുറ്റബോധം അവിടെ കാണുന്നത് കേട്ടോ. അപ്പം നഷ്ടപ്പെടുത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതുവരെയും ഒരുപാട് സംഭവങ്ങളെല്ലാം കെട്ടിപ്പടുത്തിട്ടുണ്ട് കണ്ടോ. കൊട്ടാരം, വലിയ വാഹനങ്ങൾ, കൊട്ടാരം എല്ലാം കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടമായിട്ടാണ്. നിങ്ങളെ അകറ്റിയപ്പോൾ തന്നെ അവർ കെട്ടിപ്പടുത്ത എല്ലാം നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തകിടം മറിഞ്ഞ് വീണിട്ടുള്ളത്. അത് യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. നിങ്ങൾ ആണ് ആ വ്യക്തിയുടെ അബണ്ടൻസിന്റെ കാരണം. നിങ്ങളാണ് ആ വ്യക്തിയുടെ ഹാപ്പിനെസ്. നിങ്ങളാണ് ആ വ്യക്തിയുടെ എല്ലാവിധ ധൈര്യവും ആത്മധൈര്യവും ആന്തരികമായ ശക്തിയും എല്ലാം രണ്ടുപേരും കൂടെ ചേരുമ്പോഴേ അത് സംഭവിക്കുന്നുള്ളൂ. ബാക്കി ഇല്ലെങ്കിൽ എല്ലാം ശക്തിയില്ലാത്ത, സൂര്യനില്ലാതെ ഫ്ലവേഴ്സിനും ചെടികൾക്കും ശക്തിയുണ്ടോ? സൂര്യൻ ഉദിച്ചാലല്ലേ എല്ലാത്തിനും ശക്തി വരും. അതുപോലെയാണ് നിങ്ങൾ എല്ലാം തകിടം മറിച്ച് കെട്ടിപ്പടുത്തത്. കൊട്ടാരങ്ങളും എല്ലാം തകിടം മറിഞ്ഞ് പോകുന്ന അവസ്ഥയാണ്. അടിക്കല്ല് പോലും ഇളകിപ്പോയ അവസ്ഥയിലാണ്. എല്ലാം നഷ്ടമായി പോയി. ഒരു സന്തോഷവും നിങ്ങളില്ലാതെ ഉണ്ടാവില്ല എന്നത് മനസ്സിലായി. നിങ്ങളില്ലെങ്കിൽ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും ഒരു ഐശ്വര്യവും തൊടുന്നതെല്ലാം നഷ്ടം. ഇതുവരെ ഉണ്ടാക്കിയ എല്ലാം നഷ്ടമായിട്ടാണ് ആ വ്യക്തിക്കുള്ളത്. നിങ്ങൾ വിട്ടുപോയ ആ നിമിഷം തൊട്ട് ആ വ്യക്തി കെട്ടിപ്പടുത്തതെല്ലാം നഷ്ടമാകാൻ തുടങ്ങി എന്നാണ് കാണിക്കുന്നത് ഇവിടെ. അതാണ് ആ വ്യക്തി ഇത്രയും സങ്കടത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല. അതന്നെ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തെല്ലാം നഷ്ടം വരുന്നത് എല്ലാം ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ. നഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ആ വ്യക്തിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു ഊർജ്ജസ്വലമായ എന്തോ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടാണ് അവർ ഇതുവരെയും എല്ലാം കെട്ടിപ്പടുത്തത് എന്നുള്ളത് തിരിച്ചറിവ് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തു. എങ്ങനെ ഇനി നിങ്ങളിൽ എത്തിച്ചേരും? ഏത് മുഖം വെച്ച് നിങ്ങളിലേക്ക് വരും? നിങ്ങളെ റിജക്റ്റ് ചെയ്ത്, തേർഡ് പാർട്ടിന്റെ വാക്ക് കേട്ടിട്ട് നിങ്ങളെ റിജക്റ്റ് ചെയ്ത് പോയ വ്യക്തിയാണ്. ഇനി ഏത് മുഖം വെച്ച് നിങ്ങളിലേക്ക് വരും? അതാണ് ഈ ദുഃഖത്തിന്റെ കാരണം കേട്ടോ. ആ വ്യക്തി മുഖം വെളിച്ചത്ത് കാണിക്കാതിന്റെ കാരണം അതാണ് കേട്ടോ. അത്രയും ദുഃഖിക്കുകയാണ് ആ വ്യക്തിക്കത് പറയാൻ കഴിയില്ല. അതാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇനി നിങ്ങളിൽ എങ്ങനെ വന്നു ചേരും?
അതാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മീയ ഇനി ജസ്റ്റിസാണ്, യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം എല്ലാം മനസ്സിലായ ആ വ്യക്തിക്ക് യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസിന് വേണ്ടി ആ വ്യക്തി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ആത്മീയ ആകർഷണമുള്ള ദൈവിക ബന്ധമാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. അതിനുവേണ്ടിയാണ് ഇതൊക്കെ തകർത്ത് തരിപ്പണാക്കിയിട്ട് കൊടുത്തത്, ഒന്നും ഇല്ലാതാക്കി കൊടുത്ത്. അപ്പം ആ വ്യക്തി മനസ്സിലാക്കിയിട്ട് നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ആ വ്യക്തി. നിങ്ങളെന്ന ഒറ്റ വ്യക്തിയെ ലക്ഷ്യം വെച്ചിട്ട് കേട്ടോ. തേർഡ് പാർട്ടിയും ഫോർ പാർട്ടിയെല്ലാം അപ്പുറം ഇപ്പുറമെല്ലാം ഉണ്ട്. പക്ഷെ ആ ഒരു ഫോർ പാർട്ടിനും വേണ്ട, നിങ്ങളെന്ന വാണ്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് ആ വ്യക്തി നിൽക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ഏത് മുഖം വെച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരും, എന്ത് പറഞ്ഞിട്ട് വരും, എങ്ങനെയാലും നിങ്ങളെ നേടാണ്ട് ആ വ്യക്തിക്ക് ശക്തിയില്ല. അത്രയും ഡീപ്പായ ഒരു ബന്ധമാണിത് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തു യൂണിവേഴ്സ്. ഇപ്പം ഇനി യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് വരുന്നുണ്ട്. ജസ്റ്റിസ് ആ വ്യക്തി മനസ്സിലാക്കി തിരിച്ചു വരികയാണ്. തിരിച്ചു വരാൻ യൂണിവേഴ്സ് പറയാണ് ആ വ്യക്തിയോട്, നിന്റെ എല്ലാ അബണ്ടൻസിനും കാരണം ഈ വ്യക്തിയാണ്. നിന്റെ എല്ലാവിധ ശക്തിയും നിന്റെ എല്ലാവിധ സക്സസ്സും എല്ലാം ഈ വ്യക്തിയിലാണ് കുടികൊള്ളുന്നത് എന്നുള്ളത് ജസ്റ്റിസ് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് കൊടുത്ത്. അപ്പം വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. അപ്പം യൂണിവേഴ്സിൻ്റെ ആ ഒരു ടൈമിങ്ങിൽ എല്ലാം ശരിയായി വരികയാണ്. ആ വ്യക്തിക്ക് സംഭവങ്ങളെല്ലാം മനസ്സിലായി എന്താണ്. അപ്പം തേർഡ് പാർട്ടികളും എല്ലാം കുറേ ആഘോഷിച്ചു. നിങ്ങൾ സെപ്പറേറ്റ് ആയപ്പം ഇവിടെ ആരാ ആഘോഷിക്കുന്നത്? തേർഡ് പാർട്ടികൾ. ആ വ്യക്തിയോ ദുഃഖക്കടലിലാണ് ആ വ്യക്തി. ദുഃഖക്കടലിൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അത്രയും ദുഃഖത്തിൽ സംഭവിച്ചു പോയതിന് എന്താ ഞാൻ ചെയ്തു പോയത് എന്ന ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അപ്പം തേർഡ് പാർട്ടികളെല്ലാം ആഘോഷിക്കുകയാണ്. നിങ്ങളെ രണ്ടു വഴിക്കാക്കിയതിന് ശേഷം തേർഡ് പാർട്ടികളെല്ലാം സന്തോഷിക്കുകയാണ്. അപ്പം ആ വ്യക്തി മെല്ലനെ വരുന്നുണ്ട് കേട്ടോ. നൈറ്റ് ഓഫ് പെൻറ്റിക്കലിൽ ആ വ്യക്തി മെല്ലനെ പതുക്കെ മാത്രമേ ആ വ്യക്തി വരുന്നുള്ളൂ. നിങ്ങളെ അടുക്ക എന്ത് മുഖെല്ലാം മറച്ചു കെട്ടിയിട്ടാണ് വരുന്നത്, മുഖം കാണിക്കാൻ പറ്റുന്നില്ല ആ വ്യക്തിക്ക്. അപ്പം പതുക്കെ അങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്, വളരെ സ്ലോ ആയിട്ട്. അത്രയും മെല്ലനെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചേരണം. നിങ്ങളുടെ മനസ്സ് കയറി പറ്റണം, നിങ്ങളുടെ ഉള്ളിലെ സ്നേഹം പിടിച്ച് പറ്റണം. പഴയതിലും ഡീപ്പായിട്ട് നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചതായിരുന്നു എന്നെല്ലാം ഓർത്തിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങളെ ഇനി നേടിയെടുക്കാൻ വേണ്ടി. അതിന് ആ വ്യക്തി മെല്ലെ പതുക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ. വായിയെല്ലാം പിടിച്ച് കെട്ടിയിട്ടിട്ട് വരുന്ന വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, ഡെസ്റ്റിനിയുള്ള വ്യക്തിയാണ്. അപ്പം ആ വ്യക്തി യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിൽ ഇതൊക്കെ ശരിയാവുന്നതാണ് ഇവിടെ കാണുന്നത്. അത്രയും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ ആർക്കും എനിക്ക് കൊടുക്കില്ല. എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെയാണ് ആ വ്യക്തി ഹോൾഡ് ചെയ്ത് പിടിക്കുക കേട്ടോ. അത്രയും ആ വ്യക്തിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും. അപ്പം യൂണിവേഴ്സിൻ്റെ ജസ്റ്റിസ് വരുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ നേടി വരും എന്ന് തന്നെയാണ് മാസ്റ്റർ കാർഡ് കിട്ടിയിരിക്കുന്നത്. ആ വ്യക്തി വന്ന് നിങ്ങളുടെ കാല് പിടിച്ചിട്ടാലും നിങ്ങളെ നേടി ആ വ്യക്തി വരും എന്നാണ് ഇവിടെ മാസ്റ്റർ കാർഡിൽ പറയുന്നത് കേട്ടോ. നിങ്ങളെ നേടി വരും ആ വ്യക്തി. 6 of Wands എന്ന് പറഞ്ഞാൽ എന്ത് റിസ്ക് എടുത്തിട്ടാലും ആ വ്യക്തി നിങ്ങളെ നേടി വരും എന്നാണ് വരുന്ന ഒരു വ്യക്തിനാണ് ഇവിടെ കാണുന്നത്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതിനെയൊക്കെ ആ വ്യക്തി പുറപ്പെട്ടിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റിക്കലിൽ ആ വ്യക്തി അങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു. 6 of Wands ആ വ്യക്തി കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചിട്ട് എന്തൊക്കെ തന്ത്രങ്ങളും എന്തൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാം, എന്തൊക്കെ നിങ്ങളെ പോകുന്ന വഴിയെല്ലാം വന്ന് നിന്നിട്ടും നിങ്ങളെ അട്രാക്ട് ചെയ്യാൻ, നിങ്ങൾ ചിരിക്കാതെയും നിങ്ങൾ ദേഷ്യം പിടിച്ചെല്ലാം മുഖം കൊടുക്കാതെയെല്ലാം പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും പല ഹാർഡ് വർക്ക് ആ വ്യക്തി ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്തിട്ടാലും ആ വ്യക്തി നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ കാണുന്നത്. ഒരു ആത്മവിശ്വാസത്തോടു കൂടെ നേടി വരും എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങളെ നേടുവാൻ വേണ്ടിയുള്ള ആ പരിശ്രമം അത് ലഭിച്ചു വരുന്നതാണ് ആ വ്യക്തി. കുതിരപ്പുറത്ത് വിജയശ്രീലാളിതനായിട്ട് നേടി വരുന്നൊരു ഇതാണ് 6 of Wands.
നിങ്ങൾ ഉള്ളപ്പോഴാണ് ആ വ്യക്തിക്ക് എല്ലാ ആത്മവിശ്വാസവും എല്ലാം കിട്ടിയിരുന്നത്. അപ്പം നിങ്ങളെന്നെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു പേടിയാണ്. പരിശ്രമമെല്ലാം വെറുതെ ആവോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി മെല്ലെ വരുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കലിൽ ആ വ്യക്തി അത്രയും പതുക്കെ വരുന്നത് നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്ന പേടിയുണ്ട്. പരിശ്രമങ്ങൾ വെറുതെ ആവോ, ആ വ്യക്തി നിങ്ങൾ പോകുന്ന വഴിക്കെല്ലാം വന്ന് നിന്ന് നിങ്ങളെ ചിരിപ്പിക്കാനും അങ്ങനെ പല പരിശ്രമവും എടുത്ത് നിങ്ങളെ എന്തൊക്കെ ചെയ്താൽ നിങ്ങളെ കയ്യിലാക്കാം എന്ന തന്ത്രങ്ങളെല്ലാം പ്രയോഗിച്ച് ആ വ്യക്തി നേടി വരുന്നു. അതാണ് ഫോട്ടോ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ നേടി വരുന്നു കേട്ടോ. അപ്പം ഇതിൽ നിന്നല്ല ഓരോ കാർഡ് എടുക്കാം. ഇതിൽ നിന്ന് ഓരോ കാർഡ് എടുക്കാം. Hierophant, Page of Cups, Empress, King of Wands, Ace of Swords, Empress, എംപററും എംപറസും കിട്ടിയിരിക്കുന്നത് കേട്ടോ. King of Pentacles, Two of Cups, Moon card, Bottom, Four of Pentacles. Four of Pentacles, Lovers, കണ്ടില്ലേ, 9 of Cups, 10 of Cups എല്ലാം അടിയിൽ നമുക്ക് നേരെ വന്നിട്ട് നമുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ്, 9 of Cups, 10 of Cups. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതാ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൻ്റെ ഇമ്പോർട്ടൻ്റായ കാർഡുകൾ ഏതാണെന്നെല്ലാം പറഞ്ഞാൽ ഇതാ എംപററും എംപറസുമാണ്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ രാജാവും രാജ്ഞിയുമാണ് നിങ്ങൾ. അത്രയും നിങ്ങൾ ചേരേണ്ട കപ്പിൾസാണ്. 2 of Cups ആണ്, 2 of Cups ആണ്, ലവേഴ്സാണ്. അത്രയും നിങ്ങൾ ചേരേണ്ട ഡീപ്പായിട്ടുള്ള പൂർവ്വജന്മത്തിലെ ഒന്ന് ചേർന്ന് ജീവിച്ചവരാണ്. അതാണ് ഇവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. എംപററും എംപറസുമാണ്. രണ്ടും കിട്ടിയിരിക്കുന്നത് 8 of Wands നിങ്ങളിലേക്ക്. അപ്പം ഇവിടെ കാണിക്കുന്നത് എംപറസാണ്. എൻ്റെ എല്ലാവിധ സക്സസിൻ്റെയും കാരണം ഈ എംപറസാണ്. അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന പോലത്തെ സ്നേഹമാണ് ഈ എംപറസ് കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാവിധ അബണ്ടൻസിനും കാരണം എംപറസാണ്. എംപറസ് ഉള്ള സമയത്ത് ഇവിടെ എല്ലാം സക്സസ് ആണ് സംഭവിച്ചുകൊണ്ടേയിരുന്നത്. എംപററും എംപറസുമാണ്. നിങ്ങൾ കൂടിച്ചേരുമ്പം അതിൻ്റെ പവർ അത്രയും പവറാണ്. ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ആ വ്യക്തിക്ക് ഇപ്പം എല്ലാ തിരിച്ചറിവും കിട്ടി. ഇനി നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഐഡിയ എല്ലാം ചെയ്ത് ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങളിപ്പം പഴയതുപോലെ അല്ല. നിങ്ങൾ വളരെ ആ വ്യക്തിക്ക് മുഖം പോലും കൊടുക്കാതെ നിങ്ങൾ മാറി നടക്കുകയാണ്. നിങ്ങളെ ആ ഒരു മനസ്സ് കയറി പറ്റണം, നിങ്ങളെ ആ ദേഷ്യം മാറ്റി എടുക്കണം. അതിനെല്ലാം വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. എംപററാണ്. എംപറർക്ക് ഭയങ്കര ഈഗോ ആണ്, തലക്കാനാണ്. എന്നാലും നിങ്ങളെ വേണം താനും. അത്രയും സ്നേഹമാണ്. 2 of Cupsന്റെ സ്നേഹമാണ്. ഇത്രയും സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ അത് തുറന്ന് പറയാനും പറ്റുന്നില്ല. ഇത്രയും തലക്കാനവും പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ 2 of Cups ആണ്, എൻ്റെ ലവേഴ്സാണ്, എല്ലാം അറിയാം. അങ്ങനെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇനി ഒരു സോറിനോ എടുക്കാമല്ലോ. യെസ് ഓർ നോ എടുക്കുന്നത്.
എന്തെങ്കിലും കാര്യം നടക്കുമോ ഇല്ലയോ, പോകണോ പോകണ്ടയോ എന്നെല്ലാം ഡൗട്ട് ചെയ്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്. യെസ് ഓർ നോ. യെസ് ഓർ നോ. യെസ് ആണ് കേട്ടോ. ഹൈറോഫൻ്റാണെന്ന് വന്നിരിക്കുന്നത് യെസ് ആണ്. നിങ്ങൾ വിചാരിച്ച കാര്യം സഡൻ നടക്കും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. നമുക്കിന്ന് ഇതൊരു പുതിയ കാർഡാണ്. ഇന്ന് നമുക്ക് ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ് നോക്കിയാലോ. ഇന്ന് മഹാദേവനെയാണ് കിട്ടിയിരിക്കുന്നത്. മഹാദേവൻ പറയുന്നത് നിങ്ങൾ അത്രയും മഹാദേവൻ തന്നെ കൂട്ടിച്ചേർത്ത ഇണകളാണ് നിങ്ങൾ. ഒരാൾ മറ്റൊരാൾക്ക് ശക്തി പകരേണ്ടവരാണ്. നിങ്ങൾ തമ്മിൽ ചേരുമ്പോഴാണ് രണ്ടുപേർക്കും ശക്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ശിവനും പാർവതിയും പോലെയാണ്. രണ്ടുപേരും ആണ് പവർഫുള്ളാണ്. രണ്ടുപേരും ഒരുപോലെ പവർഫുള്ളാണ്. ഒരാളെ വേദനിപ്പിച്ചാലും മറ്റൊരാൾക്കത് താങ്ങാൻ പറ്റുന്നതല്ല. എല്ലാം നിർജീവമായി പോകും. അതാണ് പറഞ്ഞത്. നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം. ഐ ലുക്ക് ഫോർ യു എവരിവെയർ. ഞാൻ നിന്നെ എല്ലായിടത്തും തിരയുന്നു. നിന്നെ തിരഞ്ഞിട്ട് എല്ലായിടത്തും ഞാൻ തിരഞ്ഞ് നടക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഐ ആം ഒബ്സസ്ഡ് വിത്ത് യു എന്നാണ് പറയുന്നത്. എനിക്ക് നിന്നോട് ഒരു ഭ്രമമാണ് തോന്നുന്നത്. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വൽ ലെസൺ. ആ ടൈമിൽ ഈ മാറി നിന്ന സമയത്ത് യൂണിവേഴ്സിനെല്ലാം നന്നായിട്ട് വിളിച്ച് യൂണിവേഴ്സിനെ അറിഞ്ഞു എന്നാണ് പറയുന്നത്. അതിൽ ഗ്രേറ്റ്ഫുൾ ആണെന്നാണ് പറയുന്നത്. യു ആർ മൈ വേൾഡ്. എൻ്റെ ലോകം തന്നെ നീയാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെന്ന്. ഐ ലവ് യു അൺകണ്ടീഷണലി. ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് ഇപ്പം രണ്ടുപേരെയും സ്നേഹിക്കുന്നത്. ഒരു കണ്ടീഷനും ഇല്ല. ഐ വിഷ് ഐ കുഡ് ഷെയർ മൈ ഗുഡ് ന്യൂസ് വിത്ത് യു. എൻ്റെ ഒരു ഗുഡ് ന്യൂസ് നീയുമായിട്ട് പങ്കുവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. ഐ ക്രൈ അറ്റ് നൈറ്റ്. അങ്ങനെയെല്ലാം കരഞ്ഞ് കൂവി വിളിച്ചിട്ടില്ലാണ് ആ വ്യക്തി ഇതുവരെ കഴിഞ്ഞു കിട്ടിയത് കേട്ടോ. ഐ ആം സോ അട്രാക്ട് ടു യു. നമ്മൾ ഒരുപാട് അടുത്തു പോയവരാണ്. മനസ്സ് തമ്മിൽ പങ്കുവെച്ചവരാണെന്ന് പറയുന്നത്. ഇറ്റ് വാസ് മൈ ഫാൾട്ട് ബട്ട് ഐ ബ്ലാംഡ് യു. എൻ്റെ തെറ്റായിരുന്നു, പക്ഷേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. ഐ ആം യുവേഴ്സ് ഫോർ എവർ. ഞാൻ എന്നും നിൻ്റേതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. മൺഡേ വയനാട് സി. മാൻഫിസ് ഫ്രൈഡേ ഡി കോഴിക്കോട്. സൺഡേ പോലീസ് ജർമ്മനി. ടിൻ ഫ്ലൈം ഉത്രട്ടാതി. സെവൻത് മന്ത് വൈ ഇമോഷണൽ. തിരുവാതിര നവംബർ ക്രൈം. മകീരം ജൂൺ. രേവതി അക്കൗണ്ടന്റ്. കോട്ടയം ഡിസംബർ. ശിവപാർവതി. രോഹിണി ജൂലൈ
സ്പിരിച്വൽ, വെഹിക്കിൾ, ഈഗോ, കണ്ണൂർ, ബി, ആയില്യം, ജനുവരി, 10 വീക്ക്, റിങ്, എറണാകുളം, എല്ല്, ആർ, അനിഴം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.